ഹായ് ഫ്രണ്ട്സ്, കുക്ക് ആൻഡ് ക്രാഫ്റ്റിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷിബിത സജീവ്. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഉണ്ടാക്കുന്നത് ചെറുനാരങ്ങ അച്ചാറാണ്. വീഡിയോയിലേക്ക് പോണതിന് മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. കൂടെ തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടണും. 1 കിലോ ചെറുനാരങ്ങ വെച്ചാണ് ഞാനിവിടെ അച്ചാർ ഉണ്ടാക്കിയിട്ടുള്ളത്. ആദ്യം ഇതൊന്ന് ചെറുതായി കട്ട് ചെയ്ത് വെക്കാം. ഇതിലേക്ക് ഉലുവയും കടുകൊന്ന് ചൂടാക്കി പൊടിച്ചെടുക്കാനുണ്ട്. അതിനായിട്ടൊരു പാൻ ചൂടാക്കി അതിലേക്ക് 1.5 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുകയാണ്. ഉലുവയുടെ കൂടെ 1.5 ടീസ്പൂൺ കടുകും കൂടി ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇപ്പോൾ കടുകും ഉലുവയൊക്കെ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയതിന് ശേഷം നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി അച്ചാർ ഉണ്ടാക്കാനായിട്ടൊരു പാനിൽ എണ്ണ ചൂടാക്കി അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയാൽ ഇതിലേക്ക് 2 ടീസ്പൂൺ കായംപൊടിയും പിന്നെ വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്തതിന് ശേഷം ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ച ചെറുനാരങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇപ്പോൾ ചെറുനാരങ്ങയെല്ലാം നല്ലപോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഒരു 5 മിനിറ്റ് നേരം ചെറുനാരങ്ങ എണ്ണയിൽ നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കണം. അതിനുശേഷമാണ് മുളക് പൊടി ചേർത്ത് കൊടുക്കേണ്ടത്. ചെറുനാരങ്ങയിലെ നീരൊക്കെ നല്ലപോലെ ഒന്ന് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു 5 മിനിറ്റ് നേരമെങ്കിലും ഇതുപോലെ ഒന്ന് വാട്ടിയെടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ ചെറുനാരങ്ങയിലെ നീരൊക്കെ നല്ലപോലെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 4 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി നമുക്ക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പൊടിച്ചു വെച്ച ഉലുവയും കടുകും ചേർത്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം. ഇനി കുറച്ച് വിനാഗിരിയും ചെറുതായി അരിഞ്ഞു വെച്ച പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാരങ്ങാച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ഒപ്പം ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് വരുന്നവരേക്കും ഇന്ന് ഇവിടെ പറഞ്ഞു പോകുന്നത് ഷിബിത സജീവ്. താങ്ക് യു.